Hello, Makale. JEE Advanced 2025 Paper 1, Paper 2 discussion ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. JEE Advanced 2025 Paper 1 നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുക, ഇത് let capital R be denote the set of all real numbers A1, B1 അല്ലെങ്കിൽ AI, BI are set of belongs to set of real numbers. And f is a function from real number to real number, g is a function from also real number to real number, h is also. അപ്പോൾ ഇവിടെ മൂന്ന് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, എഫ്, ജി ആൻഡ് എച്ച്. അപ്പോൾ അതിൽ എഫ് എക്സ് തന്നിട്ടുണ്ട്, ജി എക്സ് തന്നിട്ടുണ്ട്, എച്ച് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി 4 ആണ്, ജി എക്സ് ഡിഗ്രി 4 ആണ്. നമുക്ക് എച്ച് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് 2 ആണ്. പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് മീൻസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന് നോ റൂട്ട് എന്നാണ്, നോ റിയൽ റൂട്ട് എന്നാണ്, നോ റിയൽ റൂട്ട്. എഫ് എക്സ് മൈനസ് ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എഫ് എക്സ് മൈനസ് ജി എക്സിന് റൂട്ടൊന്നുമില്ല, നോ റിയൽ റൂട്ട് ഒന്നുമില്ല. അതായത് എക്സിന് ഏത് വാല്യൂ എടുത്താലും 0 വരില്ല. ദെൻ വാട്ട് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇൻ എച്ച് എക്സ്? വാട്ട് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇൻ എച്ച് എക്സ്? എച്ച് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എച്ച് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിൽ അപ്പോൾ നമുക്കിവിടെ എഫ് എക്സ്, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ കുറയ്ക്കുക. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ A1 മൈനസ് B1 പ്ലസ് 10x മൈനസ് 3x ദാറ്റ് ഈസ് 7x. ദെൻ A2 മൈനസ് B2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് A2 മൈനസ് B2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് A3 മൈനസ് B3 ഇൻറ്റു എക്സ് ക്യൂബ്, A3 മൈനസ് B3 ഇൻറ്റു എക്സ് ക്യൂബ്. പിന്നെ എക്സ് റേസ് ടു 4x കട്ടായി പോകും. അപ്പോൾ ഇതാണ് എഫ് എക്സ് മൈനസ് ജി എക്സ് എന്ന് പറയുന്നതാണ്. ഇതിന് നോ റൂട്ട് എന്നാണ്, ഇത് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. എഫ് എക്സ് മൈനസ് ജി എക്സ്, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 വരില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ നോക്കി, ഇതൊരു ക്യൂബിക്കാണ്. ക്യൂബിക് എന്ന് പറയുന്നത്, ക്യൂബിക്കിൽ A1, B1 ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ റിയൽ നമ്പർ ആണെങ്കിൽ ക്യൂബിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇഫ് ദ കോഎഫിഷ്യൻസ് ആർ റിയൽ, ക്യൂബിക്കിന് മിനിമം ഒരു റൂട്ട് ഉണ്ടായിരിക്കും. കാരണം ക്യൂബിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് എക്സിന് നിങ്ങൾ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ A3 മൈനസ് ഇതെല്ലാം കോഎഫിഷ്യൻസ് ഒക്കെ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളാം. കോഎഫിഷ്യൻസ് ഒക്കെ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ A3 മൈനസ് B3 പോസിറ്റീവ് ആണെങ്കിൽ, A3 മൈനസ് B3 പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ഇൻഫിനിറ്റി ക്യൂബ്. ഓക്കെ, എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരും, എക്സിന് പ്ലസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി വരുന്നു. അതായത് ദാറ്റ് ഈസ് ഇത് നമുക്ക് ഇതിങ്ങനെ, ഇത് മൈനസ് ഇൻഫിനിറ്റി, ദിസ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിങ്ങനെ ആവാം, അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയായിട്ട് വരാം. അതായത് എക്സൈസിനെ അത് ഒരു പ്രാവശ്യമെങ്കിലും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം അത് 3 ടൈംസ് കട്ട് ചെയ്യാം, മാക്സിമം 3 ടൈംസ് കട്ട് ചെയ്യാം, മാക്സിമം 3 റൂട്ട്സ് വരെ വരാം. അത് മിനിമം അതിനൊരു റൂട്ട് ഉണ്ടായിരിക്കും അക്കോർഡിംഗ് ടു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, അല്ലേ? അപ്പോൾ മിനിമം അതിന് കോഎഫിഷ്യൻസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇനി ഇൻ കേസ് രണ്ട് കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ തന്നെ, അപ്പോൾ രണ്ടെണ്ണം കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും ഈവനായിട്ടേ വരുള്ളൂ, പെയറായിട്ടേ വരുള്ളൂ. അപ്പോൾ 2 കോംപ്ലക്സ് റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, Z1, Z2. ഓക്കെ, മൂന്നാമത്തെ റൂട്ട് റിയൽ ആയിരിക്കും. അതാണ് ഇവിടെ ഒരു റൂട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 3 റൂട്ട് ആൽഫ, ബീറ്റ, ഗാമ, 3 റൂട്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൂട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്യൂബിക് ആവാൻ പാടില്ല. കാരണം ക്യൂബിക് ആണെങ്കിൽ മിനിമം ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്യൂബിക് ആവാൻ പാടില്ല. പിന്നെ എന്തായിരിക്കും? അത് ഒരു ക്വാഡ്രാറ്റിക് ആയിരിക്കാം. അപ്പോൾ ക്യൂബിക് ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ A3 മൈനസ് B3 0 ആയിരിക്കണം. കാരണം എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കണം. A3 മൈനസ് B3 0 ആയിരിക്കണം എന്ന് പറയുമ്പോൾ A3 ഈക്വൽ ടു B3 ആയിരിക്കും. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. A3 ഈക്വൽ ടു B3, വെരി സിമ്പിൾ. അപ്പോൾ A3 ഈക്വൽ ടു B3 ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇൻ എച്ച് എക്സ്? അപ്പോൾ what is the coefficient of S cube in Hx? Hx എന്ന് പറഞ്ഞാൽ എന്താണ്? Hx is equal to, let us write over here. Hx is equal to, Hx is equal to, what is the coefficient of Hx? S cube in Hx. അപ്പോൾ Hx is equal to what? F of x plus 1 minus g of x plus 2. F of x plus 1 minus g of x plus 2.
എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്നത് എത്രയാണ് എഫ് എക്സ്, അതിൽ നമുക്ക് എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് A1 10 + 10x + 8s ഇത് എടുത്താൽ മതി. A3 ഇൻറ്റു എക്സ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് B3 ഇൻറ്റു ഇവിടെ B3 ഇൻറ്റു എക്സ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 1 റേസ് ടു 4 എക്സ് പ്ലസ് 1 റേസ് ടു 4 മൈനസ് എക്സ് പ്ലസ് 2 ദിസ് ഈസ് എക്സ് പ്ലസ് 2 റേസ് ടു 4. എച്ച് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി എഫ് എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ A3 ഇൻറ്റു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് B3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 4 മൈനസ് എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു 4. ഇതിൽ കോയഫിഷ്യൻ്റ് ഇത് ഞാൻ എടുക്കുന്നില്ല, കാരണം ഇവിടെ നമുക്ക് എസ് ക്യൂബിൻ്റെ മതിയല്ലോ. അപ്പോൾ ഇത് എത്ര എടുക്കേണ്ട ആവശ്യമില്ല, സ്ക്വയർ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എസ് ക്യൂബിൻ്റെ എക്സ് റേസ് ടു 4 മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ കോയഫിഷ്യൻ്റ് ഓഫ് എസ് ക്യൂബ് എന്ന് പറയൂ. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, A3 എക്സ് ക്യൂബ് വരും. ഇവിടെ എക്സ് ക്യൂബ് എന്ത് വരും, മൈനസ് B3 എക്സ് ക്യൂബ് വരും. പിന്നെ ഇവിടെ ഞാൻ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് എന്താ വരും, എക്സ് റേസ് ടു 4 പ്ലസ് ഇവിടെ വേറെ കോയഫിഷ്യൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ യെസ് ഇവിടെ എത്ര വരും, പിന്നെ 4c1 ഇൻറ്റു എക്സ് റേസ് ടു 4 എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4 പ്ലസ് 4c1 എക്സ് ക്യൂബ്. ഓക്കെ, മൈനസ് ഇവിടെ 4c1 ഇൻറ്റു എസ് ക്യൂബ് ഇൻറ്റു 2 വരും. അപ്പോൾ അതിൽ കോയഫിഷ്യൻ്റ് മാത്രം മതി, 4c1 മൈനസ് 4c1 ഇൻറ്റു 2. ഇവിടെ A3 മൈനസ് B3 0 ആയിരിക്കും. കാരണം എന്താ, A3 = B3, A3 മൈനസ് B3 ഓൾറെഡി 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കങ്ങ് 0 ആയിപ്പോയി. 0 പ്ലസ് ഇതെന്താ 4c1 4 മൈനസ് ഇവിടെ എന്താ 4c1 ഇൻറ്റു 2 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 4 മൈനസ് 8 മൈനസ് 4 ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ആക്ച്വലി ക്വാഡ്രാറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി, ക്യൂബിക്കിൻ്റെ പ്രോപ്പർട്ടി ഓക്കെ അറിഞ്ഞിരുന്നാൽ ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നൗ ലെറ്റ് us go to the next question. ആക്ച്വലി ഇത് ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അറിയേണ്ടത് അവിടെ ആ പ്രോപ്പർട്ടി എസ് ക്യൂബിക് ആകുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് റിയൽ ആണെങ്കിൽ അതിന് മിനിമം റൂട്ട് ഉണ്ടായിരിക്കും. ബിക്കോസ് കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെ ഇൻ കോഞ്ചുഗേറ്റ് പേഴ്സ്. അപ്പോൾ രണ്ടെണ്ണം കോംപ്ലക്സ് ആയിട്ട് ഒരു റിയൽ നമ്പർ ആയിട്ട് വരും, അല്ലെങ്കിൽ 3 റിയൽ നമ്പർ ആയിരിക്കാം, 3 റിയൽ റൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 കോംപ്ലക്സ് റൂട്ട്സും ഒരു റിയൽ റൂട്ടും വരാം. അണ്ടർസ്റ്റുഡ്? 3 കൂടി ഇമാജിനറി റൂട്ട്സ് വരത്തില്ല. 3 കൂടി ഇമാജിനറി റൂട്ട് വരികയാണെങ്കിൽ കോഎഫിഷ്യൻസ് ഒക്കെ ഇമാജിനറി ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി answer to that question. Now let us go to the next question. Yeah, see, look at this question. 3 students, a question from probability. Probability connected with the sets. Probability sets കൂടി connect ചെയ്തുള്ള question ആണ്. The 3 students S1, S2 and S3 are given a problem to solve. അപ്പോൾ ഇവിടെ നിങ്ങൾ 3 students are given a problem to solve എന്ന് പറയുമ്പോൾ they are trying it independently. They are trying it independently. നമ്മൾ assume ചെയ്തോളാം. They are trying it independently. Consider the following events. At least U is equal to at least one of the students S1, S2 and S3 can solve the problem. U എന്ന് പറയുന്നത് at least one of S1, S2, S3 can solve the problem. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് S1 എന്ന് വിചാരിക്കുക, ഇതാണ് S2 എന്ന് വിചാരിക്കുക, ഇത് S3 എന്ന് വിചാരിക്കാം. Okay, let us take it as this is A, this is B, this is C. Okay, and let us take this is C, D and E, and let us take it as F. Now this is equal to F. Okay, so this is what a problem is given to 3 students. This is S1, this is S2 and this is S3. Okay, now at least one of S1, S2 and S3 can solve the problem. At least one of S1, S2, S3 can solve the problem എന്ന് പറയുമ്പോൾ probability of S1 union S2 union S3. Okay, and probability of U is equal to 1/2 ആണ്. S1 union S2 union S3 എന്ന് പറയുമ്പോൾ ഇത്രയാണ്. ഇതിനെല്ലാം കൂടി യൂണിയൻ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി യൂണിയൻ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ ഇതിന് പുറത്തുള്ള എന്തായിരിക്കും 1/2 -1/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. S1 യൂണിയൻ S2 യൂണിയൻ S3 3 പേർക്കും ചെയ്യാൻ പറ്റും. 3 പേർക്കും 3 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ
രണ്ടുപേരും ചെയ്യുന്നു അല്ലെങ്കിൽ 3 പേരും ചെയ്യുന്നു, അതെല്ലാം കൂടെയുള്ള പ്രോബിലിറ്റിയാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ള അർത്ഥം. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ ഈ സർക്കിളിൻ്റെ എല്ലാം കൂടെയുള്ള യൂണിയനാണ് 1/2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്? സോ 1 മൈനസ് ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് S1 യൂണിയൻ S2 യൂണിയൻ S3 കോംപ്ലിമെൻറ്റ് is equal to 1/2. The complement. Okay, so 1 minus probability of S1 union S2 union S3, that is equal to, so that is, we can write like this, we can write it like this, 1 minus, that is the probability of S1 complement intersection S2 complement intersection S3 complement is equal to 1 minus 1/2, that is equal to 1/2. 1 minus 1/2, that is equal to 1/2. Now probability of S1 union S2 union S3 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: A plus B plus C plus D plus E plus F. A plus B plus C plus D plus E plus F is equal to what? 1/2 ആയിരിക്കും. Okay, 1/2 ആണ്. Now let be. Now look at next one. V. Probability of V is equal to 1/10. Probability of V is equal to 1/10. And what is V? S1 can solve the problem given that S2 and S3 cannot solve the problem. So that means probability of S1 given that S2 cannot and S3 cannot. S2 and S3 cannot. Neither S2 nor S3 can solve the problem. S2 or S2 നും ചെയ്യാൻ പറ്റുന്നില്ല and S3 ക്കും ചെയ്യാൻ പറ്റുന്നില്ല. So that is equal to what? Probability of V, and probability of V is equal to what? 1/10 ആണ്. Now ഇത് നമുക്ക് എങ്ങനെ എഴുതാം? Given probability of A given B is equal to what? Probability of S1 intersection S2 complement intersection S3 complement divided by probability of S2 complement intersection S3 complement. Because in the probability of A given B എന്ന് പറഞ്ഞാൽ എന്താ? Probability of A intersection B by probability of B. Probability of A given B is equal to what? Probability of A given B is equal to what? Probability of A intersection B divided by probability of B. Okay, so that conditional probability theorem. Now probability S1 intersection S2 complement, S1 intersection S2 ൻ്റെയും S3 ൻ്റെയും കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? A ആണ്. ഓക്കെ, സോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ദിസ് ഈസ് കാരണം S1ൻ്റെ അകത്താണ് S1 intersection S2 കോംപ്ലിമെൻറ്റ് S3 കോംപ്ലിമെൻറ്റ്. S2 ൻ്റെ പുറത്ത് S3യുടെ പുറത്തായിരിക്കണം S1ൻ്റെ അകത്ത്. അത് ഒറ്റ A മാത്രമേ ഉള്ളൂ അവിടെ. സോ A ബൈ, സോ ദ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് A ആണ്. A ബൈ S2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ S3 കോംപ്ലിമെൻറ്റ് ഏതാണ്? S2ൻ്റെ കോംപ്ലിമെൻറ്റും S3യുടെ കോംപ്ലിമെൻറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ S2ൻ്റെ കോംപ്ലിമെൻറ്റ് S2ൻ്റെ പുറത്തുള്ളതും S3യുടെ പുറത്തുള്ളതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇത്രയും ഭാഗമായിരിക്കും. A ഹാഫോടെ വരുന്നതായിരിക്കും അല്ലേ? S2ൻ്റെ ഔട്ട്സൈഡും S3യുടെ ഔട്ട്സൈഡും വരുന്ന ഏതായിരിക്കും? A വരും, പിന്നെ ഹാഫ് വരും. S2നകത്തുള്ളത് കളയുക, S3കകത്തുള്ളത് കളയുക. ഓക്കെ, അപ്പോൾ വരുന്നത് ബാക്കി എന്താ? A പ്ലസ് ഹാഫ്. സോ A പ്ലസ് ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 ആയിരിക്കും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 10A is equal to A പ്ലസ് ഹാഫ് എന്ന് വരും. 10A is equal to A പ്ലസ് ഹാഫ് ആണെങ്കിൽ 9A is equal to 1/2 ആയിരിക്കും. അപ്പോൾ A എത്രയാണ്? 1/18 ആണ്. അപ്പോൾ Aയുടെ വാല്യൂ നമുക്ക് കിട്ടി. Aയുടെ വാല്യൂ വി ഗോട്ട് ഇറ്റ് ഈസ് 1/18. A is equal to 1/18. Okay, now look at the third one. W is equal to what? S2 can solve the problem and S3 cannot solve the problem. Probability of S2 can solve the problem and S3 cannot solve the problem. That is equal to probability of W. Probability of W is 1/12. 1/12. S2ന് ചെയ്യാൻ പറ്റും and S2 can solve the problem, S3 cannot solve the problem. അപ്പോൾ S2 intersection S3 കോംപ്ലിമെൻറ്റ് ഏതാണ്? S2നകത്ത് S3യുടെ പുറത്ത് വരും, S2നകത്ത് വരും, S3 ഔട്ട്സൈഡ് വരും. അത് B പ്ലസ് സി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B പ്ലസ് സി. S2നകത്ത് വരും, S3യുടെ ഔട്ട്സൈഡ് വരും, S3യുടെ ഔട്ട്സൈഡ് വരും. സോ B പ്ലസ് സി ഈസ് ഈക്വൽ ടു 1/12. B പ്ലസ് സി ഈസ് ഈക്വൽ ടു 1/12. Okay, now what I have to find out is T equal to S3 can solve the problem. So what is the probability of S3? T is equal to S3 can solve the problem. S3 എന്ന് പറയുമ്പോൾ ഏതാണ്? S3 എന്ന് പറയുന്നത് E പ്ലസ് F പ്ലസ് D പ്ലസ് C ആണ്. C പ്ലസ് D പ്ലസ് E പ്ലസ് F ആണ്. C പ്ലസ് D പ്ലസ് E പ്ലസ് F ആണ്. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബിലിറ്റി T ആണ്. ദെൻ പ്രോബിലിറ്റി T is equal to, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു? ദാറ്റ് ഈസ് ഈക്വൽ ടു
C plus D plus C plus. See, ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ നമുക്ക് B plus C അറിയാം. B plus C അറിയാം. ഓക്കെ, B plus C അറിയാം ആൻഡ് A അറിയാം. A അറിയാം. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് S3. S3 means C plus D plus C plus F ആണ്. So A plus B, how much? A plus C. A is equal to 1 by 18 ആണ്. And one more condition ഇവിടെ നമുക്ക് കിട്ടിയല്ലോ, B plus C is equal to 1 by 12 ആണ്. So B plus C is equal to 1 by 12 and A is equal to what? 1 by 18. We have to find out D plus E plus F plus, so that is equal to ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് പ്രോബബിലിറ്റി W. W is equal to 1 by 12 ആണ്. ഓക്കെ, പ്രോബബിലിറ്റി W. Probability W is equal to 1 by 12. B plus C is equal to 1 by 12 ആണ്. So നമുക്ക് അവിടെ ഇത് B plus C ഇവിടെ A B C D F ഇത് നമ്മൾ G ആണ്. നമുക്ക് let us take it as G. So B plus C is equal to 1 by 12 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ A plus B plus C plus D plus F plus G യോടെ വരും, is equal to 1 by 8. അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് S3 എന്ന് പറയുമ്പോൾ C plus D plus C plus G plus E plus F. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ഇത്രയാണ് നമ്മുടെ T എന്ന് പറയുന്ന സാധനം, ഇത്രയും T ആണ്. ഓക്കെ, ഇത് എ എന്ന് പറയുന്നത്, ഇത് എയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് D പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും 1/2 മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. 1/2 മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. അപ്പോൾ ഇസ് ഈക്വൽ ടു 1/2 മൈനസ് എ എന്ന് പറയുന്നത് നമുക്കറിയാം 1/18 ആണ് അല്ലേ, 1/18 ആണ്. പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? ബി പ്ലസ് സി നമുക്ക് കിട്ടിയല്ലോ. ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 1/12 ആണ്. പ്ലസ് 1/12. So 1/2 minus 1/8 minus 1/12 ആണ്. So that will give you the final answer. So that will be 1/2 minus 1/18 minus 1/12. നമുക്കിവിടെ 6 9 വരും. 9 മൈനസ് 1 8/18 മൈനസ് 1/12. 8/18 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 2 കട്ട് ചെയ്യാം. അപ്പോൾ 4 കട്ട് ചെയ്യാം അല്ലേ, 2/3 സോറി 18 ആണ്. So that is equal to 8/18. Give me 1 second. So that is equal to 9 minus 1, 8/18. 8/18 minus 1/12. 8/18 എന്ന് പറയുമ്പോൾ നമുക്ക് 4/9 എന്ന് എഴുതാം. 4/9 minus 1/12. അപ്പോൾ 48 മൈനസ് 9 39 ഡിവൈഡ് ബൈ 108. ഓക്കെ, സോ 39. So we can cancel, that is 13/36 is the answer. So 13/36 is the answer to this question. Option A is the answer. Option A is the answer to this question. Okay. So it's actually a very simple question. അത് നമ്മുടെ സെറ്റ് തിയറിയും പ്രോബബിലിറ്റിയിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും കൂടി അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റനാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ദിസ് ഈസ് rated as an easy question. Okay.